വൈദു താഴേക്കിറങ്ങി വരുമ്പോൾ മൂത്തോമ്മ അവളെ കടുപ്പത്തോടെ നോക്കുന്നുണ്ട്. അവരുടെ ഇരുവശത്തും പവിത്രയും പവിതയുമുണ്ട്. അവരുടെ മുഖഭാവത്ത് അവളോടുള്ള പുച്ഛമോ ദേഷ്യമോ ആണ്. വൈദുട്ടിയെ, ഇത് സഞ്ജുവാ. തന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതാ. ഹിരൺമയി ഫോൺ കൊണ്ട് കൊടുത്തിട്ട് അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ടുപോയി. വൈദു ചിരിയോടെ ഫോൺ വാങ്ങി ചെവിയോട് ചേർത്തു. പവിത്രയ്ക്കും പവിതയ്ക്കും അതത്ര പിടിച്ചില്ല. അല്ലെങ്കിലും ഈ വീട്ടിലെ രണ്ടുപേർക്കും തങ്ങളോടൊരു അകൽച്ചയുണ്ട്. പക്ഷെ ഇന്നലെ കയറി വന്ന് ഇവളോട് അച്ചുവേട്ടൻ എന്ത് സ്നേഹത്തോടെയാണ് ഇടപഴകുന്നത്. അവരുടെ ഉള്ളിൽ അസൂയയും കുശുമ്പും അതിലുപരി വൈദുവിനോടുള്ള ദേഷ്യവും മുളപൊട്ടി. സഞ്ജു, വൈദു പുഞ്ചിരിയോടെ വിളിച്ചു. ചാരു സഞ്ജു ആണെന്നറിഞ്ഞപ്പോൾ ചെവി കൂർപ്പിച്ചു വെച്ചു. ഡി വെള്ളപ്പാറ്റെ, എങ്ങനെയുണ്ടടി അവിടെ? കുഴപ്പമില്ല സഞ്ജു. ഡി ഡോക്ടർ എങ്ങനെയാ, റൊമാൻറ്റിക് ആണോ ഡി? വൈദുവിൻ്റെ കവിളുകൾ ചുവന്നുപോയി. ഇത് ചെക്ക എന്തൊക്കെയാ ചോദിക്കുന്നേ? ഓ പിന്നെ ഇടി പെണ്ണേ, അങ്ങനെ ആൾ റോമിയോ ആണെന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഹൽദിയുടെ അന്ന് ഡാൻസ് ഞാനും കണ്ടതല്ലേ? സഞ്ജു പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വൈദു നഖം കടിച്ചിരുന്നു പോയി. ഡോ, താൻ എന്തിനാ അവരുടെ പ്രൈവസിയിൽ ഇടപെടുന്നത്? അതുവരെ മിണ്ടാതെ ഇരുന്ന ചാരു ഫോണിൽ കൂടി പറഞ്ഞപ്പോൾ വൈദു ചിരി കടിച്ചു പിടിച്ച് അവളെ നോക്കി. അതേത് സാധനമാടി അവിടെ? സാധനം തൻ്റെ കെട്ടിയോളായിട്ടില്ല കൊച്ചേ, ആവുന്നത് വരെ ഞാൻ നിന്നെ വിളിക്കാം. രണ്ടുപേരും കൂടി തല്ലു തുടങ്ങിയപ്പോൾ അനു അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. എടി വൈദു, നീ അങ്ങോട്ട് മാറിയിരുന്നേ, ഇതിന് രണ്ടിനും വട്ടാണ്. അനു പറഞ്ഞപ്പോൾ ചാരു മുഖം വീർപ്പിച്ച് എഴുന്നേറ്റ് പോയി. വൈദു ഒരു ചിരിയോടെ മാറിയിരുന്നു. എടി, ഡോക്ടർ നിന്നോട് എങ്ങനെയായിരുന്നു? ദേഷ്യം എന്തെങ്കിലും കാണിച്ചോ? അനു ആകുലതയോടെ ചോദിച്ചു. ഇല്ല അനു, അങ്ങനെയൊന്നും ഉണ്ടായില്ല. പതിവുപോലെ തന്നെ, ദേഷ്യവുമില്ല വെറുപ്പുമില്ല. അതറിഞ്ഞാൽ മതി. ആ സിനിമാ നടൻ ഓരോന്ന് ആൻറ്റിയോട് പറഞ്ഞു കൊടുത്ത് ആൻറ്റി വലിയ ടെൻഷനിലായിരുന്നു. ഡോക്ടർ നിന്നെ പ്രതികാരം തീർക്കാൻ വേണ്ടി കെട്ടിയതാണെന്നൊക്കെ. ആൻറ്റിയെ സമാധാനിപ്പിക്കാൻ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞെങ്കിലും നിന്റെ കാര്യം ഓർത്ത് ഞങ്ങൾക്ക് ടെൻഷനായിരുന്നടി. നിനക്കൂടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ വൈദു? അനു ചോദിച്ചപ്പോൾ വൈദുവിൻ്റെ നോട്ടം ഹാളിലേക്ക് വീണു. പവിത്രയുടെ കണ്ണുകൾ തൻ്റെ പിന്നാലെ തന്നെയുള്ളത് അവളെ അസ്വസ്ഥപ്പെടുത്തി. ഇല്ല എൻ്റെ അനുക്കുട്ടി, ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടടി. നാളെ ഞങ്ങൾ അങ്ങോട്ട് വരും. നിന്റെ വീട്ടിൽ നാളെയല്ലേ വിരുന്ന്? രാവിലെ എത്തിക്കണമെന്നാ ചന്തുവേട്ടൻ്റെ ഓർഡർ. ഇങ്ങോട്ട് താടി. സഞ്ജു അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. എടി പെണ്ണെ വെള്ളപ്പാറ്റെ, നിനക്കവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും വിളിക്കണം കേട്ടോ. നിന്റെ സഞ്ജു ഇവിടെ മല പോലെ നിൽപ്പുണ്ട്. വൈദുവിനത് കേട്ട് ചിരിയും വന്നു, സങ്കടവും. കൂടെ പിറന്നില്ലെങ്കിലും പരിചയപ്പെട്ട നാളു മുതൽ സ്വന്തം കൂടപ്പിറപ്പുകളായി കൂടെയുണ്ട് രണ്ടുപേരും. ഇന്നിതാ ഇത്ര രാവിലെ തന്നെ വിളിച്ചിരിക്കുന്നു. ഓ, ഒരു കൊഞ്ചു. പോടേക്കാം വൈദൂട്ടി, ഡ്യൂട്ടിക്ക് സമയമായി പെണ്ണെ, പിന്നെ വിളിക്കാം. അനു ഫോൺ വാങ്ങി കട്ട് ചെയ്തു. നിറഞ്ഞു വന്ന കണ്ണ് തുടച്ചുകൊണ്ട് അവൾ ഇരുന്നപ്പോൾ ഹിരൺമയി അവളുടെ അടുത്തേക്ക് വന്നു. ആ കുരിപ്പുകളെ മിസ് ചെയ്യുന്നോ? അച്ചു കുസൃതിയോടെ ചോദിച്ചപ്പോൾ വൈദു ചിരിച്ചുപോയി. കണ്ടോ അമ്മുമ്മേ, അച്ചുവേട്ടൻ ഇത്രയും നാളായിട്ട് ഞങ്ങളോട് ശരിക്കും മിണ്ടിട്ട് കൂടിയില്ല. ഇപ്പൊ കണ്ടോ അവളോട് എങ്ങനെയാന്ന്? എല്ലാവരെയും കറക്കെടുത്ത് വെച്ചേക്കുക. പവിത മൂത്തോമയെ നോക്കി പറഞ്ഞു. ഭാമ അവളെ നോക്കി കണ്ണുരുട്ടി. കറക്കെടുക്കാന് കുഞ്ഞേട്ടത്തി ഫാനല്ലേ പറിച്ചേച്ചി? കുഞ്ഞേട്ടൻ ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ. കുഞ്ഞേട്ടൻ മാത്രമല്ല, വലിയമ്മ നേരിട്ട് പോയി പെണ്ണ് ചോദിച്ചു കൊണ്ടുവന്നതാ. കൂടെ ഈ ഞാനും ഉണ്ടായിരുന്നു. ചാരു ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ പവി അവളെ കടുപ്പിച്ചു നോക്കി. ഇതേസമയം ലേഖ രാമകൃഷ്ണന്റെ അടുത്തായിരുന്നു. രാമേട്ടാ, ആ പിള്ളേരെ ഇപ്പം തന്നെ ഒന്ന് പറഞ്ഞു വിട്ടെ. എത്രയെന്ന് വെച്ച് മിണ്ടാതിരിക്കുക. ഇന്നലെ ഈ വീട്ടിൽ വലതുകാൽ വെച്ച് എറിയുന്ന കുട്ടി ഓരോന്ന് പറഞ്ഞ് മൂത്തോമ്മയെ മൂപ്പിക്കുക. പിന്നെ മൂത്തോമ്മ രാമേട്ടനോട് പറഞ്ഞത് ഞാൻ കേട്ടു. അതിലൊന്നിനെ എൻ്റെ മരുമകളാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ലേഖ ദേഷ്യത്തോടെ പറഞ്ഞു. താനൊന്ന് അടങ്ങടോ. നാളെ ഞാനും കൃഷ്ണനും ദുബായിൽ പോകുന്നതിന് മുൻപ് തന്നെ അവരൊക്കെ തിരിച്ചു പോയിക്കോളും. വൈദു ഒന്നും കാര്യമായി എടുക്കില്ലടോ. പിന്നെ നമ്മുടെ കൊച്ചിൻ്റെ കണ്ണ് നിറഞ്ഞാൽ അതിന് പകരം ചോദിക്കാൻ നമ്മുടെ മോൻ തന്നെ മുന്നിൽ നിൽക്കും. രാമകൃഷ്ണൻ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ ലേഖയും ചിരിച്ചുപോയി. വൈദുവിന് അവിടെ ആകെ മുഷിച്ചിൽ തോന്നിയിരുന്നു. വിക്രമാണെങ്കിൽ ഭയങ്കര ബിസിയാണ്. എസ്റ്റേറ്റിൽ എന്തൊക്കെയോ കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ഹിരൺമയുമുണ്ട്. കുറച്ചുനേരം രാധികയോടും ഉണ്ണിയമ്മയോടും സംസാരിച്ചു. ദിയ വിളിച്ച് സംസാരിച്ചെങ്കിലും ചന്തു വിളിക്കാത്തതിൽ അവൾക്ക് ചെറിയ വിഷമം തോന്നിയിരുന്നു. പക്ഷേ അവന് വിളിക്കാൻ മടിയായിരുന്നു. സത്യങ്ങൾ വൈദുവിനറിയാമെന്നത് അവന് ആകെ വിഷമമായിരുന്നു. ഒരു ട്രോളി ബാഗുമായി ഇറങ്ങി വരുന്ന വിക്കിയെ നോക്കിയിരുന്നു രാധിക. ഷൂട്ടിംഗ് ഉണ്ടോ വിക്കി? ഞാൻ ഇനി 3 മാസം കഴിഞ്ഞേ വരൂ. അലക്ഷ്യമായി നോക്കി പറയുന്നവനെ നെടുവീർപ്പോടെ നോക്കി രാധിക. എത്ര ആഗ്രഹത്തോടെയാണ് അവനെ മെഡിസിൻ പഠിപ്പിച്ചത്. ഓർത്തോയിൽ സ്പെഷ്യലിസ്റ്റായ ഒരു സർജനായി മാറാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഓഡീഷന് പോകുന്നത്. നിനക്ക് 3 മാസം കണക്കാണല്ലോ എന്നും രാധിക നീരസത്തോടെ പറഞ്ഞു. ഞാൻ എന്തിനാ ഈ നാട്ടിൽ നിൽക്കുന്നത്? എന്നെ ജയിച്ചവൻ്റെ അഹങ്കാരം കാണാനോ? അവൻ്റെ വിശ്വാസം ഞാൻ കാരണമാണ് അവൻ്റെ പ്രേമം പൊളിഞ്ഞതെന്നാണ്. ദിശയും അവനും തമ്മിൽ തെറ്റിയത് ഞാനല്ല കാരണം.
രാഹുൽ ഇടയ്ക്ക് നിന്ന് കളിച്ചതാണ്. അവനാണ് ദിശയുടെ ബാഗിൽ ഓരോന്ന് കൊണ്ടുവച്ചത്. അതിനവൻ എൻ്റെ തലയിൽ കൊട്ട വെച്ചു. എന്തായാലും വൈദേഹി അവിടെ സന്തോഷമായി ജീവിക്കട്ടെ. തിരിച്ചു വരുമ്പോൾ ഞാൻ നമ്മുടെ ആ പഴയ വിക്കിയായിരിക്കും. അച്ഛൻ വരുമ്പോൾ പറഞ്ഞേക്കണം. വിക്കി രാധികയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ രാധികയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. വിക്രത്തിൻ്റെ കാർ ഗേറ്റ് കടന്നു പോകുമ്പോൾ ആ അമ്മ മനസ്സ് നോവുകയായിരുന്നു. ഒറ്റ മകനാണ്. അതിൻ്റെ എല്ലാ പരിഗണനയും കൊടുത്താണ് വളർത്തിയത്. ജീവിതത്തിൽ ആകെ ചെയ്തത് അവൻ്റെ ഇഷ്ടം കണക്കിലെടുക്കാതെ വൈദുവിനെ വിവാഹം ചെയ്തു കൊടുത്തതാണ്. അത് ഇങ്ങനെയായി. അവൻ്റെ നല്ലതിനു വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് രാധിക അവിടെ തന്നെ ഇരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയമായപ്പോൾ രമചേച്ചി ഉണ്ടാക്കി വെച്ചതൊക്കെ എടുത്ത് ടേബിളിൽ വെക്കുകയായിരുന്നു വൈദു. വീണയും ലേഖയും അവൾക്കൊപ്പമുണ്ട്. അത് കണ്ട് പവിത സഹായിക്കാൻ വന്നു. വൈദു കയ്യിൽ സാമ്പാറിന്റെ പാത്രം എടുത്തപ്പോൾ പവിത ഓടി വന്നത് കയ്യിൽ വാങ്ങി. എന്നിട്ട് അവളെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിച്ചു. വൈദു ഒന്നും മിണ്ടാതെ പാത്രമെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. 7 പേർക്ക് ഒന്നിച്ചിരിക്കാവുന്ന ഊണുമേശയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വിക്രമും ഹിരൺമയും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് രാമകൃഷ്ണനും രാധാകൃഷ്ണനും കൈ കഴുകി വന്നിരുന്നു. മോളെ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഒന്നിച്ചിരി കഴിക്കുന്നതല്ലേ, കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇരിക്കുക. രാമകൃഷ്ണൻ ചിരിയോടെ പറഞ്ഞപ്പോൾ വൈദു ലേഖയെ നോക്കി. ലേഖ അവളുടെ കൈ പിടിച്ച് വിക്രത്തിൻ്റെ അടുത്തുകൊണ്ടിരുത്തി. മൂത്തോമ്മ മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് പവിത്രയ്ക്ക് ദേഷ്യം വന്നു. വീട്ടിൽ സ്ത്രീകൾ പുരുഷന്മാരൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നത് മൂത്തോമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പറയുമെന്ന് അവൾ കണക്ക് കൂട്ടിയിരുന്നു. പവിതയുടെ കണ്ണുകൾ അച്ചുവിലേക്ക് നീളുന്നത് ചാരു കണ്ടിരുന്നു. എന്ത് സംഭവിച്ചാലും ശരി, ഈ ലോക പാരകളെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാക്കി ഇവിടെ കേട്ടില്ല ഞാൻ, ചാരു മനസ്സിൽ പറഞ്ഞുകൊണ്ട് പവിത്ര വിക്രത്തിൻ്റെ അടുത്തിരിക്കാൻ പോയപ്പോൾ അവിടെ കയറിയിരുന്നു. വീണ അവളെ കൂർപ്പിച്ചു നോക്കി. ഭാമേട്ടത്തി, നിങ്ങളിരിക്കുക. വേണ്ടല്ലേക്കെ, നമുക്കൊന്നിച്ച് അടുത്തതിരിക്കാം, ഭാമ പുഞ്ചിരിയോടെ പറഞ്ഞു. ഭാമയുടെ മക്കളാണ് പവിതയും പവിത്രയും. പക്ഷേ അവരുടേത് നല്ല സ്വഭാവമാണ്. മക്കളെ കണക്കിന് ശാസിക്കാറുണ്ട് ഭാമ. വിക്രം അടുത്തിരുന്ന വൈദുവിനെ നോക്കി എന്തോ ആലോചിച്ച് കൊക്കിപ്പെറുക്കിയിരിക്കുകയാണ്. ഞാനിനി വാരിത്തരണോ ഭാര്യയെ? കാതോരം അവൻ്റെ നിശ്വാസം അറിഞ്ഞപ്പോൾ അവൾ അവനെ ഞെട്ടി നോക്കി. അവളുടെ ഇടുപ്പിൽ അവൻ്റെ വിരലുകൾ ചിത്രം വരച്ചപ്പോൾ വൈദു വിറയലോടെ അവൻ്റെ കൈവിരലുകൾ പിടിച്ചു വെച്ചു. അവളിരുന്ന് ഞെളിപേരി കൊള്ളുന്നത് കണ്ട് പവിത്ര സൂക്ഷിച്ചു നോക്കി. വിക്രത്തിൻ്റെ വിരലുകൾ അവളുടെ ഇടുപ്പിൽ ഇഴയുന്നത് കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. കുറച്ച് സാമ്പാർ വിളമ്പാൻ വന്നവൾ അത് വൈദുവിൻ്റെ മേലേക്ക് വീഴ്ത്തിയാണ് സമാധാനം കണ്ടെത്തിയത്. എല്ലാവരും പകപ്പോടെയാണ് അത് നോക്കിയത്. രാവിലെ ഉടുത്തിരുന്ന സാരിയായിരുന്നു ചടങ്ങ് കഴിഞ്ഞ് അവൾ ഉടുത്തത്. ആകാശ നീല കളർ സാരിയിൽ സാമ്പാറിൻ്റെ ചുവപ്പ് തെളിഞ്ഞു കിടന്നു. വൈദു പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. കുറച്ച് ചൂടുണ്ടായിരുന്നു അതിന്. പവിത്രയത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ലേഖയ്ക്ക് മനസ്സിലായി. നിന്റെ കൈക്കെന്തടി, തളർച്ചയുണ്ടോ? വിക്രം രൂക്ഷമായി ചോദിച്ചപ്പോൾ അവൾ ഉമ്മിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി. ഡോക്ടർ, വേണ്ട, അറിയാതെ വീണതല്ലേ, സാരമില്ല. ഒരു പ്രശ്നം ഉണ്ടാവേണ്ടെന്ന് കരുതി വൈദു വിക്രത്തെ നോക്കി പറഞ്ഞു. നീ മിണ്ടാതിരിക്കുക, പറയടി. കൈക്ക് വിറയലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ വിളമ്പാൻ നിന്നത്? കുറേ നേരം ആയല്ലോ നീ എൻ്റെ ഭാര്യയെ തന്നെ നോക്കി ദഹിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കൂടുതൽ വിളച്ചെടുക്കാൻ വന്നിട്ടുണ്ടല്ലോ അടിച്ച് അണപ്പല് കൊഴിക്കും ഞാൻ. ഒരുമാതിരി TV സീരിയലുകളിലെ വില്ലത്തി കളിക്കാനാണ് ഭാവമെങ്കിൽ പണ്ട് എൻ്റെ കൈയുടെ ചൂടറിഞ്ഞത് ഒരിക്കൽ കൂടി അറിയും നീ, വിക്രം രൂക്ഷമായി പറഞ്ഞുകൊണ്ട് വൈദുവിനെ അവിടെ തന്നെ പിടിച്ചിരുത്തി. പവിത്ര കണ്ണു നിറച്ച് തല കൊനിച്ചു നിന്നു. ഭാമ ദേഷ്യത്തോടെ സ്വന്തം അമ്മയെ നോക്കി. അവിടെ ഞെട്ടിയിരിക്കുകയാണ്. രണ്ടുപേരെയും വളർത്തി ഇല്ലാതാക്കിയത് അമ്മ ഒരാളാണ്. ലേഖ ദേഷ്യത്തോടെ ടവൽ നനച്ചുകൊണ്ട് വന്ന് വൈദുവിൻ്റെ ദേഹത്തായ സാമ്പാർ തുടച്ചു കൊടുത്തു. അവൾക്ക് ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. ലേഖയ്ക്ക് അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ട് സങ്കടം വന്നു. നെറുകയിലൊരു ഉമ്മ കൊടുത്ത് അവളെ നോക്കി. പിന്നെ ചോറിൽ ഓരോ കറികളായി ഒഴിച്ച് ഉരുളയാക്കി അവൾക്ക് വാരിക്കൊടുത്തു. അത് കണ്ട് നിറഞ്ഞ ചിരിയോടെ എല്ലാവരും ആഹാരം കഴിച്ചു. പവിത്ര അവിടുന്ന് പിണങ്ങിപ്പോയിരുന്നു. പിന്നാലെ പവിതയും. പോകുന്നതിന് മുൻപ് രണ്ടിനും ഒരു പണി തരുമെന്ന് ചാരു മനസ്സിലുറപ്പിച്ചു. പെട്ടെന്ന് കഴിച്ചു തീർത്ത് അച്ചു മുറുകിയ മുഖത്തോടെ പവിതയുടെയും പവിത്രയുടെയും മുറിയിലേക്ക് പോയി. ഡി, നീ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത്? നിന്റെ എടുത്തുചാട്ടം കാരണം എല്ലാവർക്കും നമ്മളോട് ദേഷ്യം കൂടാനേ കാരണമാവും. എൻ്റെ ലക്ഷ്യം കൂടി ഇല്ലാതാക്കുമോ? പല്ല് കടിച്ചുകൊണ്ട് ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നവളെ നോക്കി പവിത പറഞ്ഞു. അത് പിന്നെ ചേച്ചി, വിക്രമേട്ടൻ അവളെ നോക്കി ഇരിക്കുന്നത് കണ്ടപ്പോൾ, അവളോട് ഓരോന്ന് ചെയ്യുന്നത് കണ്ടപ്പോൾ അറിയാതെ ചെയ്തു പോയതാ. ഒന്നുമില്ലെങ്കിലും ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ആളല്ലേ. പവിത്ര കണ്ണു തുടച്ച് മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഡി പെണ്ണെ, അയാൾക്ക് നിന്നെ കണ്ണെടുത്തിട്ടുണ്ടെ കണ്ടുകൂടാ. പിന്നെ എന്തിനാ വീണ്ടും തല്ല വാങ്ങാൻ നടക്കുന്നത്? നീ കാരണം അച്ചുവേട്ടനെ കൂടി നേടാൻ എനിക്ക് പറ്റില്ല ഇങ്ങനെയായാൽ. പവിത പറഞ്ഞു തിരിഞ്ഞതും കണ്ടു. വാതിൽക്കൽ കൈകെട്ടി അവരെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന അച്ചുവിനെ പവിത ഉമിനീരിറക്കിപ്പോയി. വിക്രത്തെ പോലെ അല്ല അച്ചുവേട്ടൻ. എപ്പോഴും ശാന്ത സ്വഭാവമായിരിക്കും. പക്ഷേ ദേഷ്യം വന്നാൽ എല്ലാം ചുട്ട് ചാമ്പലാക്കാനുള്ള ദേഷ്യമാണ്. നാളെ രാവിലെ 10 മണിക്ക് മുൻപ് വന്ന പോലെ തിരിച്ചു വയ്ക്കണം രണ്ടും.
മനസ്സിൽ എന്ത് തീരുമാനിച്ചുറപ്പിച്ചു വന്നാലും അതൊന്നും നടക്കില്ല, നടത്തിക്കില്ല ഞാൻ. കുഞ്ഞം വരട്ടുകയേ ഉള്ളൂ. പക്ഷേ ഞാൻ അറിഞ്ഞൊന്ന് കൈവച്ചാ മിനിമം 6 മാസമെങ്കിലും ബെഡിൽ നിന്ന് എണ്ണിക്കില്ല രണ്ടും. പറഞ്ഞത് മനസ്സിലായില്ലേ? കൈയും കാലും ഓടിക്കുമെന്ന്. നീയൊക്കെ എന്താ കരുതിയേ? ഇവിടെ കെട്ടിക്കയറി വന്ന് സുഖമായിട്ട് ജീവിക്കാമെന്നോ? കല്യാണം കഴിക്കാതെ നിന്നാൽ പോലും നിന്നെയൊക്കെ കല്യാണം കഴിക്കാൻ ഞാൻ ഒന്നുകൂടി ജനിക്കണം. ഇനി മേല വൈദുവിനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാ അവളുടെ കണ്ണ് നിറച്ചാ 2 കാലിൽ എണ്ണിട്ട് നിൽക്കില്ല രണ്ടും. അപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, രാവിലെ 10. കത്തുന്ന നോട്ടം നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട് അച്ചു ഇറങ്ങിപ്പോയപ്പോൾ പവിത അനിയത്തിയെ ദേഷ്യത്തോടെ നോക്കി. സമാധാനമായല്ലോ നിനക്ക്? പവിത അതും പറഞ്ഞ് ചവിട്ടിത്തുള്ളി ഇറങ്ങിപ്പോയി. ഊണ് കഴിച്ച് വൈദു മുകളിലേക്ക് ചെല്ലുമ്പോൾ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു വിക്രം. മനസ്സ് ശരിയല്ലാത്തതുകൊണ്ട് വൈദു വാഷ്റൂമിൽ കയറി സാരി അഴിച്ചു ബക്കറ്റിലിട്ട് ലിക്വിഡ് ഒഴിച്ചു വെച്ചു. മേലാകെ സാമ്പാറിൻ്റെ സ്മെല്ലാണ്. അവൾ മേല് കഴുകി ബാത്റൂം ചുറ്റി ഇറങ്ങി വരുമ്പോൾ വിക്രം ബെഡിൽ മലർന്നു കിടക്കുകയായിരുന്നു. വൈദു തൻ്റെ കോലം നോക്കി. മുട്ടുവരവേ ബാത്റൂമിന് നീളമുള്ളൂ. വിക്രം ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ടാണ് ഫ്രഷ് ആകാൻ പോയത്. അവൾ അവനെ നോക്കാതെ വാർഡ്രോബ് തുറന്ന് ഡ്രസ്സ് എടുക്കാൻ തിരിഞ്ഞതും പിന്നിൽ അവൻ്റെ ശ്വാസം അറിഞ്ഞിരുന്നു. അവളുടെ കയ്യിൽ നിന്നും ഡ്രസ്സ് ഊർന്ന് നിലത്തേക്ക് വീണു. അവളുടെ ചുമലിൽ അവൻ്റെ മുഖം അമർന്നു. വൈദു ഒന്ന് വിറച്ചുപോയി. അവളുടെ കൈവിരലുകൾ വാർഡ്രോബിൻ്റെ ഭിത്തിയിൽ മുറുകി. അവൻ്റെ കൈകൾ അവളുടെ അരയിലൂടെ ചുറ്റി. പിന്നെ അവൻ്റെ ദേഹത്തേക്ക് ചേർത്തമർത്തിയതും അവളൊന്ന് പിടഞ്ഞുപോയി. വിഷമമായ അവളെ തിരിച്ചു നിർത്തി അവൻ ചോദിച്ചപ്പോൾ അവളുടെ കണ്ണിലെ തിരയിളക്കം അവൻ കണ്ടിരുന്നു. ആ കുട്ടിക്ക് എന്താണ് എന്നോട് ഇത്രയും ദേഷ്യം? ഡോക്ടറെ അവൾക്ക് ഇഷ്ടമാണ്. വൈദു മുഖം കുനിച്ചു പറഞ്ഞപ്പോൾ വിക്രം അവളുടെ താടിത്തുമ്പ് ഉയർത്തിക്കൊണ്ട് നോക്കി. ഇഷ്ടമല്ല, ആർത്തിയാണ്. ശ്രീലകത്തിൻ്റെ മരുമകളാകാനുള്ള ലക്ഷ്യമാണ്. എൻ്റെ അച്ഛനും ചെറിയച്ഛനും കൂടി കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് RM അസോസിയേറ്റ്സ് എന്ന ബിസിനസ് ശൃംഖല പടുത്തുയർത്തിയത്. അതുവരെ സാധാരണ ഇടത്തരം കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഞാനൊക്കെ ജനിച്ച സമയം ഞങ്ങൾ തറവാട്ടിലായിരുന്നു. അതായത് പവിത്രയുടെ തറവാട്, എൻ്റെ അച്ഛമ്മയുടെ തറവാട്, അച്ഛൻ ജനിച്ചു വളർന്ന തറവാട്. അച്ഛൻ്റെ വല്യമ്മയാണ് മൂത്തോമ്മ. അവരുടെ മകളാണ് ഭാമയമ്മായി. അമ്മായിയുടെ മക്കളാണ് പവിതയും പവിത്രയും. ഞാനും ഏട്ടനും സ്കൂളിലായപ്പോൾ തന്നെ ബിസിനസ് നല്ല രീതിയിൽ വളർന്നു തുടങ്ങി. പിന്നെയാണ് അച്ഛൻ ഈ വീട് വയ്ക്കുന്നത്. ഞങ്ങൾ ഇതുവരെ പ്രൈവറ്റ് സ്കൂളിലോ കോളേജിലോ പഠിച്ചിട്ടില്ല. അച്ഛൻ ഞങ്ങളെ സാധാരണ സ്കൂളിൽ പഠിപ്പിച്ചു. ഞാൻ +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതി മെഡിസിന് പോയപ്പോൾ ഏട്ടൻ BBA പഠിച്ചു. പക്ഷേ MBA ഏട്ടൻ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. ഇടയ്ക്കൊക്കെ തറവാട്ടി പോകുമ്പോൾ കാണും ഞങ്ങളോട് അടുത്തിടപഴകാൻ ശ്രമിക്കുന്ന അവരെ. അന്നു മുതലേ എനിക്കും ഏട്ടനും രണ്ടിനെയും ഇഷ്ടമല്ല. അവർക്ക് എങ്ങനെയും ഇവിടെ കയറി പറ്റണം, അതായിരുന്നു ലക്ഷ്യം. ആഡംബരത്തോടെ ജീവിക്കണം, അതാണ് കാരണം. പിന്നെ തന്നെ ഇവിടുന്ന് തുരത്തിയിട്ട് ആ സ്ഥാനത്ത് കയറാനുള്ള ചീപ്പ് ഷോ നാളെ രാവിലെ വെക്കോളൂ, അതുകൊണ്ടാണ് ക്ഷമിച്ച് നിന്നത്. വിക്രം അവളോട് പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ ശ്രദ്ധിച്ച് കേട്ടു നിന്നു. പെട്ടെന്ന് വിക്രം അവളെ തന്നോട് വലിച്ചു ചേർത്തു. വൈദു അവൻ്റെ മാറിൽ ഇടിച്ചു നിന്നു. അവൾ അവനെ പിടയ്ക്കുന്ന കണ്ണുകളോടെ നോക്കി. അമ്മ വാരിത്തന്നില്ലെങ്കിൽ ഞാൻ വാരിത്തരുമായിരുന്നു നിനക്ക്. അവളുടെ കവിളിലൂടെ വിരലോടിച്ചുകൊണ്ട് വിക്രം പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. വിക്രം ഒരു കൈയാൽ അവളെ പൊക്കിയെടുത്ത് ബെഡിലിരുത്തി. ബാത്റൂമിൻ്റെ കെട്ടയഞ്ഞതും അവൾ വിറയലോടെ അതിൽ പിടിച്ചു വെച്ചു. വിക്രം വാതിലടച്ചിട്ട് ബെഡിൽ വന്നിരുന്നു. പിന്നെ അവളുടെ കൈ വലിച്ചെടുത്ത് രാവിലെ ഇട്ടുകൊടുത്ത മോതിരത്തിലേക്ക് നോക്കി. നിനക്കിപ്പോഴും എന്നെ സംശയമാണോ? അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു. വൈദു ആ കണ്ണുകളിലെ സാഗരത്തിൽ അലിഞ്ഞുപോയി. അവൾ അല്ലെന്ന് തലയാട്ടി. നിന്റെ നാക്ക് എവിടെ പോയി? ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് തറുതലാൻ പറയാൻ ഭയങ്കര ആവേശമായിരുന്നല്ലോ, വിക്രം കുസൃതിയോടെ ചോദിച്ചപ്പോൾ വൈദു അവനെ കൂർപ്പിച്ചു നോക്കി. അവനെ തള്ളി മാറ്റി അവൾ എഴുന്നേക്കാൻ നോക്കിയപ്പോൾ വിക്രം വലിച്ച് അവൻ്റെ മടിയിലേക്കിരുത്തി. അവളൊന്ന് പിടങ്ങിപ്പോയി. കൈകൾ അവൻ്റെ കഴുത്തിൽ മുറുകി. നിശ്വാസങ്ങളും ഒന്നായി. വിക്രം അരയിലൂടെ കൈ ചേർത്ത് അവളെ തന്നോട് ചേർത്തിരുത്തി. നിന്റെ യഥാർത്ഥ പേര് വൈദേഹി എന്നാണോ ഉർവശി എന്നാണോ? ഉർവശി, അവൾ പതുക്കെ മറുപടി പറഞ്ഞു. അപ്പോൾ വൈദേഹി? അച്ഛനിട്ട പേരാ ഉർവശിയെന്ന്. അമ്മയ്ക്ക് വൈദേഹി എന്ന് വിളിക്കാനായിരുന്നു ഇഷ്ടം എന്ന്. അമ്മ പോയപ്പോൾ അച്ഛൻ ആ പേര് എനിക്ക് വിട്ടു. ഡോക്ടറിന് മാത്രമാണ് ഞാൻ ഉർവശി, മറ്റുള്ളവർക്ക് വൈദേഹിയാണ്. വൈദുവാണ്. വൈദേഹി ആരാണെന്ന് അറിയോ നിനക്ക്? സീതാദേവിയാണ്. ജനകപുത്രി ജാനകി. സ്വന്തം ഭർത്താവിനാൽ പതിവ്രതയായിട്ടും സംശയത്തിൻ്റെ നിഴലിൽ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടവൾ. നിന്റെ കഴിഞ്ഞ കാലം നീ വൈദേഹിയായിരുന്നു. സ്വന്തം ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചു പോയി. പക്ഷെ നീ എനിക്ക് ഉർവശിയാണ്. വിക്രമാദിത്യൻ്റെ പ്രണയമായിരുന്ന ദേവസുന്ദരി. അവൾ അവനെ തന്നെ നോക്കിയിരുന്നു പോയി. സ്വന്തം പേരിനു പിന്നിൽ ഇത്രയുമൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നീ വേതാളത്തെ പോലെയാണ്. ആവശ്യമില്ലാത്തടുത്ത് കഴുത്തിൽ തൂങ്ങുന്ന സ്വഭാവം. വിക്രം അവളെ നോക്കി ചിരിയടക്കി പറഞ്ഞപ്പോൾ വൈദുവിൻ്റെ മുഖം വീർത്തു. നിങ്ങൾ ഓന്തിൻ്റെ വംശത്തിലെ ഗോത്രതലവനായി വരും ഡോക്ടർ. അതുപോലെയാണ് സ്വഭാവം മാറുന്നത്.
വൈദു എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വിക്രം അവളെ ഒന്നുകൂടി പിടിച്ചിരുത്തി. ഓന്ത് എൻ്റെ അമ്മാവനായിട്ട് വരും. എന്തേ, കാണണോ നിനക്ക്? നിറം മാറ്റാനും എനിക്ക് വശമുണ്ട്. ചെറി പോലത്തെ ചുണ്ടുകൾ ചാമ്പയ്ക്ക പോലെയാക്കാൻ എനിക്ക് കുറച്ച് സമയം മതി. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഗ്രഹിച്ചു വന്നപ്പോഴേക്കും വൈദു അവനെ തള്ളി മാറ്റി ഡ്രസ്സും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടിയിരുന്നു. വിക്രം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു. മോളെ. ലേഖ റൂമിലേക്ക് വന്നപ്പോൾ വൈദു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ മടക്കി വാർഡ്രോബിൽ വെക്കുകയായിരുന്നു. എന്താ അമ്മേ? ലേഖ ബെഡിൽ വന്നിരുന്ന് അവളെ അടുത്ത് പിടിച്ചിരുത്തി. മൂക്ക് വിഷമമായോ? ലേഖ അലിവോടെ ചോദിച്ചു. വൈദു കണ്ണ് ചിമ്മി, പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു. സാരമില്ല, അവരുടെ സ്വഭാവം ഏകദേശം എനിക്ക് മനസ്സിലായി. നാളെ തിരിച്ചു പോകുന്നവരോട് ഞാൻ എന്തിനമ്മേ മുഷിയുന്നത്? ലേഖ അവളുടെ കവളിൽ തലോടി. രാധിക ചേച്ചി പൊന്നുപോലെ കൊണ്ടു നടന്ന കുട്ടിയാണെന്ന് എനിക്കറിയാം. നിനക്കിവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് ഞാൻ വാക്കു കൊടുത്തതാണ്. പക്ഷേ അതെനിക്ക് പാലിക്കാനായില്ലല്ലോ മോളെ. വിഷമത്തോടെ പറയുന്ന ലേഖയെ ഇറകെ പുണർന്നു വൈദു. ഞാൻ അനുഭവിച്ചത് വെച്ച് ഇതൊന്നും ഒന്നുമല്ല അമ്മേ. വിക്രത്തിൻ്റെ ജീവിതത്തിൽ നിന്ന്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. വെറും ശൂന്യത മാത്രമായിരുന്നു. സ്വന്തം വീട്ടിൽ 2 ദിവസം ഒരു അനാഥയെപ്പോലെ പേടിച്ചു കഴിഞ്ഞു ഞാൻ. വിശന്നപ്പോൾ ഉണങ്ങിയ തേങ്ങ വരെ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അന്നും രാധികയമ്മ എന്നെ കൈവിട്ടില്ല. എനിക്കവിടെ എല്ലാ സുരക്ഷയും ഒരുക്കി. രാത്രി കള്ളു കുടിക്കാൻ വീടിൻ്റെ പറമ്പിലെത്തുന്നവരെ പേടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് തന്നെ മതിൽ കെട്ടാനും ക്യാമറ വെക്കാനും അമ്മ തയ്യാറായി. ഞാൻ ഭാഗ്യവതിയാണ് അല്ലേ അമ്മേ? ഒരിക്കൽ താലി കെട്ടിയവൻ എന്നെ ഉപേക്ഷിച്ചു പോയിട്ടും ആ അമ്മയും അച്ഛനും എന്നെ കൈവിട്ടില്ല. സ്വന്തം മകനെ പോലും തള്ളിക്കളഞ്ഞ് എന്നെ സ്നേഹിച്ചു. സ്വന്തം വീടുപേക്ഷിച്ച് ഉണ്ണിയമ്മയും ചന്തുവേട്ടനും എനിക്ക് കാവൽ നിന്നു. പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അമ്മ എന്നെ സ്വന്തം മകൻ്റെ ഭാര്യയാക്കി. ഇത്രയോളം സ്നേഹം അനുഭവിക്കാൻ ഞാൻ യോഗ്യയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവസാനം കണ്ണു നിറച്ചൊരു പുഞ്ചിരി അവൾ നൽകി. ഒരു ചുവരിനിപ്പുറം കേട്ടു നിന്നവൻ്റെ ഹൃദയവും ഒന്ന് പിടഞ്ഞു. പിന്നെ പതിവ് ഗൗരവത്തോടെ റൂമിലേക്ക് വന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പാസ്റ്റ് ഇവിടെ എഴുന്നള്ളിക്കരുതെന്ന്? രൂക്ഷമായി പറയുന്നവനെ കണ്ട് വൈദു നേരെ ഇരുന്ന് അവനെ നോക്കി. അതിനിപ്പോൾ എന്താ? നീ ഇതിൻ്റെ മോളെ വഴക്ക് പറയുന്നത്? ലേഖ അവനെ നോക്കി കണ്ണുരുട്ടി. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഡോക്ടർ എന്നെ വിവാഹം കഴിച്ചത്? വൈദു നീരസത്തോടെ ചോദിച്ചു പോയി.